Good morning students. So today we are going to study module 5. ഞാൻ module 5 module 4 മുൻപ് എടുക്കാൻ കാരണം അതിനകത്തു നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് മാർക്ക് അല്ലേ, module 5ഉം 6ഉം. അപ്പം module 5ഉം 6ഉം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം module 4 എടുക്കാം. മാത്രമല്ല module 4 കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ സ്വന്തം എഴുതാൻ പറ്റിയ പൊല്യൂഷൻ റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെയാണ് module 4-നകത്തുള്ളത്. സോ മൊഡ്യൂൾ 5-ൻ്റെ സിലബസിനകത്തുള്ളത് സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ്, ഇമ്പാക്ട് അസസ്മെൻറ്റ് മെത്തഡോളജീസ്, ഓവർലേസ്, ചെക്ക് ലിസ്റ്റ്, മെട്രിസസ്, ഫോൾട്ട് ട്രീ അനാലിസിസ്, ഇവൻറ്റ് ട്രീ അനാലിസിസ്, റോൾ ഓഫ് എൻ എൻവയറമെൻറ്റൽ എഞ്ചിനീയർ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ. സോ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ തൊട്ടാണ് നിങ്ങൾ കുറച്ചും കൂടെ എൻവയറമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ പഠിക്കുന്നത്. ഓക്കെ, സോ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ് ആണ് നമ്മുടെ സിലബസിൻ്റെ സ്റ്റാർട്ടിംഗ് എങ്കിലും വി ഷുഡ് ഹാവ് ടു നോ വാട്ട് ആൻ ഇമ്പാക്റ്റ് ഇസ്. ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ അറിയണം. അതിനു മുമ്പ് ഇമ്പാക്റ്റ് ഇൻഡിക്കേറ്റർ, ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് നമ്മളൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇമ്പാക്റ്റ് ഇൻ ദ സെൻസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് കാരണം എൻവയൺമെൻറ്റിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഇമ്പാക്റ്റ്. സോ വാട്ട് വിൽ ബി ആൻ ഇമ്പാക്റ്റ് ഇൻഡിക്കേറ്റർ? അതൊരു പാരാമീറ്റർ അല്ലെങ്കിൽ എലിമെൻ്റ് ആയിരിക്കും വിച്ച് മെഷേഴ്സ്, അതായത് നമ്മൾ ഈ പറയുന്ന ഇമ്പാക്റ്റിൻ്റെ ക്വാളിറ്റേറ്റീവ് സെൻസിൽ നമുക്ക് മനസ്സിലാക്കി തരും എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് ഈ പറയുന്ന ഒരു ഇഫക്റ്റ് എന്ന്. ആ ഇഫക്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എത്രയാണെന്ന് പറയുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ജസ്റ്റ് ടു have an introduction about impact, that's it. Okay, ഇമ്പാക്റ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ ഗുഡ് ആണോ, ബെറ്റർ ആണോ, ബെസ്റ്റ് ആണോ, ആക്സെപ്റ്റബിൾ ആണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. സോ ഓക്കെ, അപ്പം എന്താണ് ഇമ്പാക്റ്റ് എന്ന് ദേ ഇവിടെ പറയുന്നുണ്ട്. ആൻ ഇമ്പാക്റ്റ് ഇസ് ഡിഫൈൻഡ് വേർ an interaction occurs between a project activity and an environmental receptor. എപ്പോഴും മാത്രമേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. ഇമ്പാക്റ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന പ്രൊജക്റ്റ് ആക്ടിവിറ്റി, നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്റ്റ് ആക്ടിവിറ്റിയും നമ്മുടെ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഈ എൻവയൺമെൻറ്റും ചുറ്റുപാടുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഇൻറ്ററാക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് തള്ളുന്നുണ്ട് എങ്കിൽ ദാറ്റ് ആക്ടിവിറ്റി ഈസ് പ്രൊഡ്യൂസിങ് സം കോസ് ടു ദി എൻവയൺമെൻറ്റ് അല്ലേ. എൻവയൺമെൻറ്റിലേക്കാണ് നമ്മൾ അതിനെ കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നുള്ള വേസ്റ്റ് വാട്ടറിനെ, ഈ പ്രൊജക്റ്റിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറിനെ നമ്മൾ എൻവയൺമെൻറ്റിലേക്ക് കൊടുക്കുമ്പം ദർ ഇസ് ആൻ ഇൻറ്ററാക്ഷൻ വിത്ത് ദ പ്രൊജക്റ്റ് ആക്ടിവിറ്റി ആൻഡ് ദ എൻവയൺമെൻറ്റൽ റിസപ്റ്റർ. സോ അങ്ങനെ ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇമ്പാക്റ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഇമ്പാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രൊജക്റ്റ് അവിടെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും നടക്കാതെ ഒരു ബിൽഡിംഗ് അവിടെ പണിതിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ദർ ഇസ് നോ എനി ഇമ്പാക്റ്റ്. Okay, impact is only defined where an interaction occurs between a project activity and an environmental receptor. അതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയുന്ന കാര്യമാണ്. So this is the first topic in our syllabus, and that is socio-economic impacts. So socio-economic impact assessment will use a ഒരു ഫുൾ ക്വാളിറ്റേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് ഭാഗം നമ്മളൊരു ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റ് അപ്രോച്ചാണ് ഈ സോഷ്യോ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. സോ ഫാക്ടേഴ്സ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ടു എസ്റ്റാബ്ലിഷ് ഇമ്പാക്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം. ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി, എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ, അതിൻ്റെ സ്പേഷ്യൽ എക്സ്റ്റെൻറ്റ്, അത് എത്ര മാത്രം തീവ്രതയാവും അല്ലെങ്കിൽ അതിന് എത്രത്തോളം തീവ്രതയുണ്ട് എന്നുള്ള ഒരു എക്സ്റ്റെൻറ്റ് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ, എത്ര സമയം, അല്ലെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി ഓഫ് റിസപ്റ്റേഴ്സിനും അഡീഷനായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പൊല്യൂഷൻ ഒരു എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ട്. ഇവിടെ വെദർ ഇമ്പാക്ട്സ് ആർ ലൈക്ലി ടു ബി ഡിസ്പ്രപ്പോർഷനേറ്റ്ലി എക്സ്പീരിയൻസ്ഡ് ബൈ വൾണറബിൾ ഗ്രൂപ്പ്സ്. വൾണറബിൾ ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഗ്രൂപ്പിന് മാത്രമേ ഈ ഇമ്പാക്റ്റുകൾ ഉണ്ടാവുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും അതിനകത്ത് തന്നെയുള്ള വൾണറബിൾ ഗ്രൂപ്പിന് മാത്രമാണ് ഈ ഇമ്പാക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യത. അത് വലിയ ക്ലിയർ ആവേണ്ട ആവശ്യമില്ല അത്.
സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു സെമി ക്വാളിറ്റീവ് അസസ്മെൻ്റ് ആയിരിക്കും. അവിടെ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രോബബിലിറ്റി, സ്പേഷ്യൽ എക്സ്റ്റെൻറ്റ്, ഡ്യൂറേഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇമ്പാക്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഇതേ സമയത്ത് ഈ സോഷ്യൽ എക്കണോമിക് ഇമ്പാക്റ്റിൽ തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാവും. അതായത് നേരിട്ടല്ലാത്ത രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ, അതും നമ്മൾ ഇതേ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, ഇനി ഇമ്പാക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഈ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റിൻ്റെ അടിയിൽ എഴുതാം. ഇമ്പാക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ബ്രിങ്സ് ടുഗെദർ പ്രൊജക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളൊരു ഇമ്പാക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കതിനകത്ത് പ്രൊജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം. നമ്മുടെ ആ പ്രൊജക്റ്റ് വരുന്ന എൻവയൺമെൻറ്റിൻ്റെ ബേസ് ലൈൻ ക്യാരക്ടറിസ്റ്റിക്സ് വേണം. അതെന്തിനാന്ന് വെച്ചാൽ വിത്ത് ദ എയിം ഓഫ് എൻഷുറിങ് ദാറ്റ് ഓൾ പൊട്ടൻഷ്യലി സിഗ്നിഫിക്കൻറ്റ് എൻവയൺമെൻറ്റൽ ഇമ്പാക്ട്സ് ആർ. അതെന്തിനാണ് നമ്മൾ ആ എൻവയൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ തരത്തിൽ ഉള്ള എൻവയൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് ലൈൻ എൻവയൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കുന്നത്. ഒരുപാട് മെത്തേഡ്സ് ഈ ഇമ്പാക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഇമ്പാക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാത്രം കേട്ടോ. സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സിൽ ആക്ച്വലി ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് പഠിപ്പിക്കുന്നുള്ളൂ. അത്രയും മതി. ഇമ്പാക്റ്റ് ഐഡൻറ്റിഫിക്കേഷനും വളരെ കുറച്ച് മതി. ഇനി മെത്തേഡ് ചൂസ് ചെയ്യുക, അതായത് ഇമ്പാക്റ്റ് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക? നമ്മൾ അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലത്തെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നോക്കണം. അതുമായിട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡ്സ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ എല്ലാ രീതിയിലുള്ള ഇമ്പാക്റ്റുകളും കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു കവർ ചെയ്തിട്ട് വേണം നമ്മളൊരു മെത്തേഡ് ചൂസ് ചെയ്യാൻ. അതായത് ഇമ്പാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സിൻ്റെ എങ്ങനെയാണ് മെത്തേഡ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ്? നമ്മൾ അവിടുത്തെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ, പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലും ലാർജും സ്മോളും തമ്മിലും ഷോർട്ട് ടേമും ലോങ് ടേമും തമ്മിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. എല്ലാ തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഇതിനെയൊക്കെ നമ്മൾ വേർതിരിച്ച് ആദ്യം മനസ്സിലാക്കി വെക്കണം. പിന്നെ പ്രൈമറി ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും, ഇൻഡയറക്റ്റ് ഉണ്ടാവും, ക്യൂമുലേറ്റീവ് ഉണ്ടാവും. ഇതൊക്കെ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ഇങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും ഈസിയും എക്കണോമിക്കലും ആയിട്ടുള്ളത് യൂസ് ചെയ്യണം. പിന്നെ ഇതല്ലെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് ഡെവലപ്മെൻറ്റൽ പ്രപ്പോസൽ കൊണ്ടുവരാൻ പാകത്തിനുള്ള മെത്തേഡ് വേണം ചൂസ് ചെയ്യാൻ. പിന്നെന്താണ്? EIS, എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് സിസ്റ്റം, ഇതൊക്കെ കൊണ്ടുവരാനുള്ള പ്രസൻറ്റ് ചെയ്യാൻ രീതിയിലുള്ള ഒരു മെത്തേഡ് വേണം യൂസ് ചെയ്യാൻ. ഇതൊന്നും ജസ്റ്റ് എ പാർട്ട് ഓഫ് യുവർ ബേസിക് നോളജ്. ഇത് നിങ്ങളുടെ നോളജിന് വേണ്ടി മാത്രമുള്ളതാണ് ഇമ്പാക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഇമ്പാക്റ്റ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇമ്പാക്റ്റ് ഐഡൻറ്റിഫിക്കേഷനിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, എന്തിൻ്റെയൊക്കെ ബേസിലാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. Now we are going to the most important topic in this chapter, and that is environmental impact assessment methodology. ഇനി നമ്മൾ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അസസ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും നമുക്ക് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ ഒരു സിംഗിൾ ബെസ്റ്റ് ആയിട്ടുള്ള മെത്തഡോളജി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഈ മെത്തഡോളജീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അതിൻ്റെ ടൈപ്പ് ഓഫ് ഇമ്പാക്റ്റ്, പ്രൊജക്റ്റ് കവർ ചെയ്യുന്ന പ്രൊജക്റ്റ്, പിന്നെന്താണ് റിസോഴ്സ്, ഏതൊക്കെ റിസോഴ്സ് ആവശ്യമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറും. ഇതൊക്കെ നമ്മൾ ഓൺലി ദ യൂസർ ക്യാൻ ഡിറ്റർമൈൻ വിച്ച് ടൂൾസ് മേ ബെസ്റ്റ് ഫിറ്റ് എ സ്പെസിഫിക് ടാസ്ക്. അതായത് ഒരു ഫുൾ പ്രൊജക്റ്റ് എടുക്കുമ്പം അതിനകത്തുള്ള ഓരോരോ സെഗ്മെൻറ്റിലും ഓരോരോ മെത്തഡോളജി യൂസ് ചെയ്യാൻ പറ്റുന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മൊത്തം പ്രൊജക്റ്റിന് വേണ്ടി ഒരു സിംഗിൾ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു സിംഗിൾ മെത്തേഡ് അല്ല ഒരു പ്രൊജക്റ്റിന് ഒട്ടാകെ ഇമ്പാക്റ്റ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോരോ മെത്തേഡിനും ഓരോ ടൂളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഒരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂൾ സെലക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ ഈസ് യൂസ്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ശ്രദ്ധിക്കണേ. യൂസ് is the analysis primarily a decision or an information document.
നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന അനാലിസിസ് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു തീരുമാനമാണോ അത് ജസ്റ്റ് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതായത് ഇമ്പാക്റ്റ് അസസ് ചെയ്യുമ്പം അതിൻ്റെ യൂസ് കണ്ടുപിടിക്കണം. അതായത് ഒരു ഡിസിഷൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റലാണ് അല്ലേ. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ വൈൽ ആൻ ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് എ സിംഗിൾ ക്ലിയർലി ബെസ്റ്റ് ചോയ്സ്. ഒരു ഡിസിഷൻ എടുക്കാനുള്ളതാണോ എന്നുള്ളത് നോക്കണം. ഒരു ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റ് ഡിസിഷൻ ഡോക്യുമെൻ്റ് ആണോ ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് ആണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിസിഷൻ ഡോക്യുമെൻ്റ് അനാലിസിസിന് കോംപ്രഹെൻസീവായിട്ടുള്ള അനാലിസിസ് വേണം. പക്ഷേ മറ്റേതിൻ്റെ കേസിൽ എല്ലാ ഓൺ ഇൻ്റർപ്രറ്റിംഗ്, അതായത് ബ്രോഡർ സ്പെക്ട്രം ഓഫ് പോസിബിൾ ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ ഈ ഡിസിഷൻ ഡോക്യുമെൻറ്റിൻ്റെ കേസിൽ കണ്ടുപിടിക്കണം. വേറാസ് ഇൻഫർമേഷൻ ഡോക്യുമെൻ്റിൻ്റെ കേസിൽ ജസ്റ്റ് കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം മതിയാവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് ഫണ്ടമെൻ്റലി ആണോ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റലി ഡിഫറെൻ്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഡിഫറൻസ് ഫണ്ടമെൻ്റൽ ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഫ്ലഡ് ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യണം ലീവ് കൺസ്ട്രക്ഷൻ വഴി അല്ലെങ്കിൽ ലീവ് കൺസ്ട്രക്ഷൻ വഴി അല്ലേ, ആസ് ഒപ്പോസ് ടു ഫ്ലഡ് പ്ലെയിൻ സോണിങ്. ഫോർ എക്സാമ്പിൾ, ദെൻ ഇമ്പാക്ട് സിഗ്നിഫിക്കൻസ് ക്യാൻ ബെറ്റർ ബി മെഷേർഡ് അഗെയിൻസ്റ്റ് സം ആബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ് ദാൻ ബൈ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പം ഇങ്ങനെ ഒരു ഫ്ലഡ് ഡാമേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ലീവ് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ വരുമ്പം ഈ ഇമ്പാക്റ്റ് സിഗ്നിഫിക്കൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡിനെ വെച്ചുകൊണ്ടാണ് അല്ലേ. മറ്റേതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ, അതായത് ഈ ലീവ് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് അല്ലാതെ വേറെ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിന് ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും യോജിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പാക്റ്റ് സിഗ്നിഫിക്കൻസ് വേറെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അല്ലേ. ഇമ്പാക്റ്റ് സിഗ്നിഫിക്കൻസ് ഏതിലാണ് ബെറ്റർ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുക ദാൻ ബൈ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. സോ സിൻസ് ഇമ്പാക്ട്സ് വിൽ ഡിഫർ ഇൻ കൈൻഡ് ആസ് വെൽ ആസ് സൈസ്. അപ്പം ഫണ്ടമെൻ്റലി ആൻഡ് ഇൻക്രിമെൻ്റലി ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് സെറ്റ് റിക്വയർ ഡിഫറെൻറ്റ് ലെവൽ. ഓരോരോ ലെവലായിരിക്കും. ഫണ്ടമെൻ്റലി ഡിഫറെൻ്റ് ആണെങ്കിൽ ഉള്ള ഓൾട്ടർനേറ്റീവ്സ് ആയിരിക്കില്ല മെത്തേഡ് പോരാ ഇൻക്രിമെൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് ഫണ്ടമെൻ്റലി ഡിഫറെൻ്റ് ആണോ അതോ ഇൻക്രിമെൻ്റലി ഡിഫറെൻ്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. തേർഡ് വൺ ഈസ് പബ്ലിക് ഇൻവോൾവ്മെൻറ്റ്. അതായത് ഡസ് ദ പാർട്ടിസിപ്പേറ്റഡ് റോൾ ഓഫ് ദ പബ്ലിക് ഇൻ ദ അനാലിസിസ് ഇൻവോൾവ് സബ്സ്റ്റാൻറ്റീവ് പ്രിപ്പറേഷൻ, ടോക്കൺ റിവ്യൂ ഓർ വൈറ്റൽ റിവ്യൂ. അതായത് ഈ പബ്ലിക്കിനെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു സബ്സ്റ്റാൻറ്റീവ് പ്രിപ്പറേഷൻ വേണോ, ടോക്കൺ റിവ്യൂ ആയിരിക്കുമോ അതോ ഒരു വൈറ്റൽ റിവ്യൂ ആയിരിക്കുമോ എന്ന് കണ്ടുപിടിക്കണം. അതായത് ആദ്യത്തെ രണ്ട് റോൾ അലോ ദ യൂസ് ഓഫ് മോർ കോംപ്ലെക്സ് ടെക്നിക്സ്. അതായത് ഈ ടോക്കൺ റിവ്യൂവും സബ്സ്റ്റാൻറ്റീവ് പ്രിപ്പറേഷനൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ. പക്ഷേ ടു പ്രീവിയസ്ലി ഇൻവോൾവ്ഡ് ബട്ട് ഹൈലി കൺസേൺഡ് പബ്ലിക്കിൻ്റെ കേസിലാവുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. whereas a substantive preparation role will also allow a greater degree of quantification or weighing of impact significance through the direct incorporation of public values. So ഇതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അതായത് ആദ്യത്തെ ഫസ്റ്റ് ടു റോൾസ് allow the use of മോർ കോംപ്ലെക്സ് ടെക്നിക്സ് വേണം. പബ്ലിക് ഇൻവോൾവ്മെൻറ്റിൻ്റെ കേസിൽ ഇതിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഈ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന മെത്തഡോളജീസ് എന്തൊക്കെ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന്. ബേസ്ഡ് ഓൺ യൂസ് നമ്മൾ സെലക്ട് ചെയ്യും, ബേസ്ഡ് ഓൺ ഓൾട്ടർനേറ്റീവ്സ് ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് യൂസ് ചെയ്യണം. പബ്ലിക് ഇൻവോൾവ്മെൻറ്റ് ഏത് രീതിയിലാണ് പബ്ലിക് അനാലിസിസ് വരാൻ പോകുന്നതെന്നുള്ളതിനനുസരിച്ചും നമ്മൾ എന്ത് മാറ്റണം, മെത്തേഡ് മാറ്റണം. ഇനി റിസോഴ്സ്, എത്ര ടൈം, എത്ര മണി, എത്ര ഡേറ്റ, എത്ര കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ്, ഇതൊക്കെ അവൈലബിൾ എത്രയാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ മെത്തേഡ് ചൂസ് ചെയ്യാൻ. പിന്നെ ഫെമിലിയാരിറ്റി, അതായത് ഫിസിക്കൽ സൈറ്റ് പോയിട്ടും അല്ലാതെയും കണ്ടുപിടിക്കാൻ ഒരു അനാലിസ്റ്റിന് എത്രത്തോളം ഫെമിലിയർ ആണ് എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ മെത്തേഡ് ചൂസ് ചെയ്യാൻ. ആ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ഇനി താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോയിൻറ്റ്സ് ഒന്നും കൂടെ
ക്ലിയർ ആവും. അതായത് ഇത് കണ്ടുപിടിക്കാൻ പോകുന്ന ആൾ എത്രമാത്രം ഫെമിലിയർ ആണ്, അതായത് നേരിട്ട് പോയി കണ്ടാലാണോ അതോ ജസ്റ്റ് കാര്യങ്ങളും സിറ്റുവേഷനും മനസ്സിലാക്കി കണ്ടുപിടിക്കാനാണോ അദ്ദേഹത്തിന് ഏറ്റവും എളുപ്പം ഫെമിലിയർ എന്നുള്ള പോയിന്റും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ മെത്തേഡ് ചൂസ് ചെയ്യാൻ. പിന്നെ ഇഷ്യൂ സിഗ്നിഫിക്കൻസ്, ഹൗ ബിഗ് ഇസ് ദ ഇഷ്യൂ, അതായത് എന്തെങ്കിലും വിവാദപരമായിട്ടുള്ള എന്തെങ്കിലും ബിഗ്ഗാണോ, ഇഷ്യൂ ബിഗ്ഗാണോ, ഇഷ്യൂ ബിഗ്ഗാണോ, എന്താണ്, അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണോ, അതിൻ്റെ സ്കോപ്പ് എത്രത്തോളമാണ്, ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ മെത്തേഡ് ചൂസ് ചെയ്യാൻ. മറ്റുള്ള എല്ലാ സാധനങ്ങളും ഈക്വൽ ആയിരിക്കാം. ബിഗ്ഗർ ദ ഇഷ്യൂ ഗ്രേറ്റർ ദ നീഡ് ഓഫ് എക്സ്പ്ലിസിറ്റൻസ്, ക്വാണ്ടിഫിക്കേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, അതായത് ഇഷ്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ എല്ലാ ആവശ്യകതകളും കൂടും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള മെത്തേഡ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ലാസ്റ്റ് വൺ ഇസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺസ്ട്രെയിൻസ്, അതായത് സ്പെസിഫിക് ഏജൻസി പോളിസി അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് വേണം നമുക്ക് ഈ പറയുന്ന ഔട്ട് സം ടൂൾസ് ബൈ സ്പെസിഫൈയിങ് the range of impact to be addressed, the need for analyzing trade-offs or the time frame of analysis. ആ അനാലിസിസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോളിസി കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കൺസ്ട്രെയിൻസിനെ വെച്ചിട്ട് നോക്കുക. നമ്മൾ ഈ ചോയ്സസ് ലിമിറ്റ് ചെയ്യണോ, നമ്മൾ കൊണ്ടുവരുന്ന പല ചോയ്സസും ഉണ്ടാവുമല്ലോ ഇമ്പാക്റ്റ് അസസ് ചെയ്യുമ്പം, ആ ചോയ്സസ് ഒക്കെ ലിമിറ്റ് ചെയ്യണോ, ഏതെങ്കിലും ഏജൻസി പ്രൊസീജിയറലായിട്ട് ലിമിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമാറ്റ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് ലിമിറ്റ് ചെയ്യണോ എന്നുള്ളത് ഫോർമാറ്റ് ഉണ്ടാവുമല്ലോ ഓൾറെഡി ഉള്ളത്, ആ ഫോർമാറ്റിൻ്റെ ബേസിസിൽ ലിമിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഏജൻസീൻ്റെ ബേസിസിൽ ലിമിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, മെത്തേഡ് കണ്ടുപിടിക്കാൻ. So this is all about how to select അല്ലെങ്കിൽ what are the parameters to be considered while selecting a method for environmental impact assessment. ഇനി നമ്മൾ മെത്തേഡുകളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് വൺ ഇസ് ad hoc. ഇതിനകത്ത് ad hoc പഠിക്കാനില്ല, ഓവർലേസ് തൊട്ടാണ്, നമുക്ക് ഓവർലേസ് തൊട്ട് തന്നെ പഠിക്കാം, ad hoc വേണ്ട. ഓവർലേസ്, the various methodologies examined can be divided into following 5 types based on way impact are identified. എങ്ങനത്തെ ഏത് ബേസിസിലാണ് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ad hoc പഠിക്കേണ്ടി വരും കേട്ടോ. ad hoc, ഓവർലേസ്, ചെക്ക് ലിസ്റ്റ് ഇല്ല, നമുക്കുള്ളത് തന്നെ പഠിക്കാം. ഓക്കെ, first one, overlay. These methodologies rely on a set of maps of environmental characteristics of project area. ഒരു പ്രൊജക്റ്റ് ഏരിയേൻ്റെ എൻവയറമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഒരു മാപ്പ് സെറ്റ് ചെയ്യും. എന്നിട്ട് ദീസ് മാപ്സ് ആർ ഓവർലേ ടു പ്രൊഡ്യൂസ് എ കോമ്പോസിറ്റ് ക്യാരക്ടറൈസേഷൻ ഓഫ് റീജിയണൽ എൻവയറമെൻറ്റ്. ഈ മാപ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ ആ പെർട്ടിക്കുലർ റീജിയൻ്റെ ക്യാരക്ടറൈസേഷനൊക്കെ അതിനകത്ത് മാർക്ക് ചെയ്യും. noting the impacted environmental characteristics lying within the project boundaries identified impacts. അപ്പം ഓരോ പ്രൊജക്റ്റ് ബൗണ്ടറീൻ്റെ ഉള്ളിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മളിങ്ങനെ നോട്ട് ചെയ്യും ആ മാപ്പിനകത്ത്. സോ ഓവർലേക്കകത്ത് എന്തേ ഉള്ളൂ, ഓവർലേ എന്ന് പറയുന്ന ഒരു മാപ്പാണ്. ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ്റെ സെറ്റ് ഓഫ് മാപ്പ് ഉണ്ടാവും. ഏതൊക്കെ സെറ്റ് ഓഫ് മാപ്പാണ് ഉണ്ടാവുക, ഒന്ന് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, സോഷ്യൽ, എക്കണോമിക്, എസ്തെറ്റിക്. ഈ ഓരോ മാപ്പും ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ഏരിയൻ്റെ ഉണ്ടാക്കിയതിന് ശേഷം എന്നിട്ട് അതിനകത്ത് ആ പെർട്ടിക്കുലർ എൻവയറമെൻറ്റിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാർക്ക് ചെയ്യും, നോട്ട് ചെയ്യും. അവിടെ വരുന്ന ഇമ്പാക്റ്റുകളൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് വെച്ചിട്ട് ഇമ്പാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. അത് സിമ്പിളാണ്. നെക്സ്റ്റ് വൺ ഇസ് ചെക്ക് ലിസ്റ്റ്. These methodologies present a specific list of environmental parameters to be investigated for possible impacts but do not require the establishment of direct cause effect linked to
പ്രൊജക്റ്റ് ആക്ടിവിറ്റീസ്. ഈ മെത്തഡോളജീസ് എന്ന് പറയുന്നത് കുറച്ചധികം അതായത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള എൻവയൺമെൻറ്റൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഏതൊക്കെ എൻവയൺമെൻറ്റൽ പാരാമീറ്റേഴ്സിനുള്ള എഫക്റ്റ് ആണ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്യും. പക്ഷേ അതിനകത്ത് ഇതിന് ഇന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്ന കോഴ്സ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ എൻവയൺമെൻറ്റൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ചില സമയത്ത് അതിന് ഗൈഡ് ലൈൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗൈഡ് ലൈൻസ് ഉണ്ടാവില്ല. എങ്ങനെയാണ് ഓരോ പാരാമീറ്റർ, അതായത് എൻവയൺമെൻറ്റിലുള്ള ഇപ്പോൾ വാട്ടർ, എൻവയൺമെൻറ്റൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വാട്ടറിന് എഴുതി, വേറെ എന്തെങ്കിലും അതുപോലെ കുറേ എണ്ണം എഴുതി വെച്ചിട്ട് അതിനകത്ത് എങ്ങനെയാണ് ഓരോന്നിലും ഉള്ള ഇമ്പാക്റ്റ് നമ്മൾ മെഷർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻസ് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയാണ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാവുക. നമ്മളൊരു സാധാരണ എങ്ങനെയാണ് നമ്മൾ ഒരു ടൂറിന് പോവുകയാണെങ്കിൽ നമ്മളൊരു ചെക്ക് ലിസ്റ്റ് റെഡിയാക്കി വെക്കും. ബാഗ്, ബുക്ക്, അല്ലെങ്കിൽ അങ്ങനെ കുറേ സാധനങ്ങൾ, ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെക്ക് ലിസ്റ്റ് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവില്ലേ, അതേപോലെ തന്നെയാണ് ഇതും. അതായത് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റൽ പാരാമീറ്റേഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോന്നിനെയും നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ്, പോസിബിൾ ഇമ്പാക്റ്റ് ഏതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും. അല്ലാതെ ഇന്നതിൽ ഇന്ന കോസാണ് ഉണ്ടാവാൻ പോകുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇതിൻ്റെ ബേസിസിൽ ദർ ആർ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമ്പിൾ ചെക്ക് ലിസ്റ്റും. അതെ, 2 ചെക്ക് ലിസ്റ്റ് ഉണ്ട്. സിമ്പിൾ ചെക്ക് ലിസ്റ്റും ഉണ്ട്, ക്വസ്റ്റ്യനയർ ചെക്ക് ലിസ്റ്റും ഉണ്ട്. സിമ്പിൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ലിസ്റ്റ് ഓഫ് എൻവയൺമെൻറ്റൽ, എക്കണോമിക്, സോഷ്യൽ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഏകദേശം എഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലോ ആ പ്രൊജക്റ്റ് ലൊക്കേഷനിൽ ഈ കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ തയ്യാറാക്കുന്ന ലിസ്റ്റാണ് സിമ്പിൾ ചെക്ക് ലിസ്റ്റ്. ക്വസ്റ്റ്യനയർ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ആ ഒരു പ്രൊജക്റ്റ് കാരണം ഈ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റുകളെ ആസ്പദമാക്കി നമ്മളൊരു ക്വസ്റ്റ്യനയർ റെഡിയാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ചെക്ക് ലിസ്റ്റിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനയർ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുക. സോ ദ മെത്തേഡ് വാസ് ഡിസൈൻ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്. ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ കാറ്റഗറീസ്, അതായത് ഇപ്പോൾ ടെറിസ്ട്രിയൽ എക്കോസിസ്റ്റം, ഡിസീസ് വെക്ടേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ ചെയ്തിട്ട് 3 ആൻസേഴ്സ്, ഓരോരോ ക്വസ്റ്റ്യനും 3 ആൻസേഴ്സ് പോസിബിൾ ആവുന്ന രീതിയിലായിരിക്കും ഒബ്ജക്റ്റീവ് പോലെ ചെക്ക് ലിസ്റ്റ് റെഡിയാക്കുക, ക്വസ്റ്റ്യനയർ ചെക്ക് ലിസ്റ്റ് റെഡിയാക്കുക. എന്നിട്ട് അവസാനം ആ ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവും, ഇന്നതാണ് അവിടുത്തെ ഇമ്പാക്റ്റുകൾ എന്ന് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യനയർ ചെക്ക് ലിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അതാണ് സിമ്പിൾ ചെക്ക് ലിസ്റ്റും ക്വസ്റ്റ്യനയർ ചെക്ക് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ഓവർലേ മനസ്സിലായി, ചെക്ക് ലിസ്റ്റ് മനസ്സിലായി. നെക്സ്റ്റ് വൺ ഈസ് മെട്രിക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കാൻ എന്തായാലും. നെക്സ്റ്റ് വൺ ഈസ് മെട്രിക്സ്. These methodologies incorporate a list of project activities in addition to a checklist of potentially impacted environmental characteristics. These two lists are related in environmental management 156 actions and characteristics in an open metrics to be completed by the analyst. ഇത് ആക്ച്വലി ഒരു നെറ്റ്വർക്ക്, ഒരു മെട്രിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് എൻവയൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. പൊട്ടൻഷ്യലി ഇമ്പാക്റ്റ് ആവാൻ സാധ്യതയുള്ള എൻവയൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ലിസ്റ്റ് ഓഫ് അവിടെ ഒരു ചെയ്യാൻ സാധ്യതയുള്ള പ്രൊജക്റ്റ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഈ 2 ലിസ്റ്റും എൻവയൺമെൻറ്റൽ മാനേജ്മെൻറ്റ് 156 ആക്ട് പ്രകാരം റിലേറ്റ് ചെയ്ത് ഒരു മെട്രിക്സ് ഫോം ചെയ്തിട്ട് ഇതിന് വേണ്ടി തന്നെയുള്ള ഒരു അനലിസ്റ്റ് അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതിനെയാണ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുക. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, ഒരു ലിസ്റ്റിൽ അവിടുത്തെ എൻവയൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള എൻവയൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. മറ്റേ സെറ്റിൽ എന്താ ഉണ്ടാവുക, അവിടെ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൽ പ്രൊജക്റ്റ്, അതായത് പ്രൊജക്റ്റ് ആക്ടിവിറ്റീസും ഉണ്ടാവും, അപ്പുറത്തെ ലിസ്റ്റിൽ എൻവയൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ കൊളാബറേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് എൻവയൺമെൻറ്റ് മാനേജ്മെൻറ്റ് 156 ആക്ഷൻ പ്രകാരം ഓപ്പൺ മെട്രിക്സ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് ഒരു അനലിസ്റ്റ് അനലൈസ് ചെയ്തിട്ടാണ് അവിടുത്തെ ഇമ്പാക്റ്റ് മെട്രിക്സ് മെത്തേഡ് വഴി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ ഫോർ യു? യെസ്.
ഇനി നമുക്ക് ഫോൾട്ട് ട്രീ അനാലിസിസ് ഉണ്ട്, ഇവൻറ്റ് ട്രീ അനാലിസിസ് ഉണ്ട്, റോൾ ഓഫ് ഇതും അതേപോലെ തന്നെ ഒരു ലാസ്റ്റ് ഒരു പോർഷനും കൂടെ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. താങ്ക് യു.